നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഭവനം, ആ ഭവനത്തിൻ്റെ ഐശ്വര്യ ദേവത എന്ന് പറയുന്നത് ആ ഭവനത്തിലെ ഗൃഹനാഥയാണ്. ലക്ഷ്മി ദേവിക്ക് തുല്യം തന്നെയാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ഒപ്പം തന്നെ വരുന്നതാണ് ഓരോ ഗൃഹനാഥയും. കാരണം ഭവനത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ഗൃഹനാഥയിൽ അധിഷ്ഠിതമാണ്. ഗൃഹനാഥൻ പണം കൊണ്ടുവന്ന് ഗൃഹനാഥയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ എപ്പോഴും ഉള്ളത് വ്യക്തി ഏതാണ്? ഗൃഹനാഥയാണ്. ആ ഗൃഹനാഥയിൽ നിന്നാണ് പിന്നെ ഭാഗ്യമുണ്ടാകുന്നത്. അതായത് ഏതൊരു പുരുഷൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഉള്ളത് ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു പുരുഷൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പിന്തുണ നൽകുന്നതും സ്ത്രീയാണ്. അപ്പോൾ ഒരു ഭവനത്തിൻ്റെ എന്നല്ല, ഒരു വ്യക്തിയുടെ തന്നെ അടിസ്ഥാന ജീവിതത്തിൻ്റെ ഏറ്റവും പിന്തുണ ലഭിക്കുന്നതും, അല്ലെങ്കിൽ പവറായിട്ട് ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് തന്നെ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഗൃഹനാഥയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ, കിച്ചണിൽ കൂടുതൽ സമയം അവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. രാവിലെ കുട്ടികൾക്കുള്ള ആഹാരമെല്ലാം പാചകം ചെയ്തതിന് ശേഷം അവർ പുറത്ത് ജോലിക്ക് പോകുന്നു. പക്ഷെ പണ്ടത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അടുക്കളയിലായിരുന്നു. ഇന്നിപ്പോൾ പുരുഷന്മാർ ജോലിക്ക് പോകുന്നതിനൊപ്പം തന്നെ സ്ത്രീകളും തങ്ങളുടേതായ രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങളിലും തങ്ങളുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. അവരെങ്കിലും അടുക്കളയിൽ കൂടുതൽ സമയം നിൽക്കുന്ന സ്ത്രീകളായാലും അല്ലാത്ത അല്പനേരം നിന്ന് തങ്ങളുടെ ജോലിക്ക് പോയി പാചകമൊക്കെ ചെയ്ത് ജോലിക്ക് പോയി വൈകിട്ടായിരിക്കും പിന്നെ വന്ന് അടുക്കളയിൽ കയറുന്നത്. എങ്ങനെയുള്ളവരായാലും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് അടുക്കളയിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അറിയാത്ത പക്ഷം അവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമവും ഒന്നും മാറുന്നതല്ല. അപ്പോൾ ഒരു സ്ത്രീയായി, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ അടുക്കളയിൽ തങ്ങളാൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ലഭിക്കാൻ, അല്ലെങ്കിൽ ഭവനത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരാൻ സ്ത്രീകൾ അടുക്കളയിൽ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ഗൃഹനാഥ ചെയ്യാൻ പാടില്ലാത്തതും, അല്ലെങ്കിൽ പ്രധാനമായി തങ്ങളാൽ തെറ്റ് വരാൻ പാടില്ല, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അടുക്കളയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ജലവും അഗ്നിയും മുഖാമുഖം വരാൻ പാടില്ല. അതായത് പാചകം ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗ, അതുപോലെ സിങ്ക്, വെള്ളം വരുന്ന പൈപ്പും അടുത്തടുത്തായി മുഖാമുഖം വരുന്ന രീതിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്നത് വാസ്തുപരമായ ദോഷത്തിന് കാരണമാകുകയും അത് സാമ്പത്തിക പരാധീനതയിലേക്കും അതേപോലെ ദുഃഖങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും പോകും. അപ്പോൾ വെള്ളം സംഭരിച്ചായാലും ഗ്യാസ് സ്റ്റൗവിനടുത്ത്, അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കുവാൻ പാടുള്ളതല്ല. അടുപ്പിനോട് ചേർന്ന് തന്നെ ജലം വരുന്ന ജലസംഭരണികളായാലും അല്ലെങ്കിൽ പൈപ്പ് പോലെയുള്ള കാര്യങ്ങളായാലും ഒന്നും വയ്ക്കുവാൻ പാടുള്ളതല്ല. അടുത്തത്, ഗൃഹനാഥ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യവും സന്ധ്യാസമയങ്ങളിൽ മുറ്റമടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എവർക്കും അറിയാം. ക്ഷേത്രങ്ങളിലായാലും വീടുകളിലും ഭവനങ്ങളിലും ഒക്കെ ആയാൽ തന്നെ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്ന നേരമാണ്. എങ്കിൽ പോലും ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകൾക്ക് ടൈം കൂടുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിലാണ് അവർ മുറ്റമടിക്കാനായി ചിലപ്പോൾ ഓടിപ്പടഞ്ഞു വന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് വലിയൊരു തെറ്റിലേക്കാണ് അല്ലെങ്കിൽ ദോഷത്തിലേക്കും ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെടുന്നതിലേക്കും ഒക്കെ നയിക്കപ്പെടുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് ഒരിക്കലും വൈകുന്നേര സമയങ്ങളിൽ ഭവനത്തിന് അകവശമായാലും അതേപോലെ തന്നെ മുറ്റമായാലും തൂത്തുവാരുന്ന ആ ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ വിറക് വെട്ടുവാനോ പാത്രം കഴുകുവാനോ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് അറിയാതെ പാത്രം നിലത്ത് വീണ് ഉറക്കെയുള്ള ശബ്ദങ്ങൾ, ഇതൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നതിന് കാരണമാകുകയും ദോഷത്തിനും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്യുന്ന കാരണങ്ങളാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സന്ധ്യാസമയങ്ങളിൽ ഇതേപോലുള്ള നഖം വെട്ടുന്നത്, അതുപോലെ തന്നെ മുടി മുറിക്കുന്നത്, അതുപോലെ മുറ്റമടിക്കുന്ന, അതായത് പാത്രം കഴുകുക, തുണി കഴുകുക, അലക്കുകല്ലിലിട്ട് അലക്കി പിഴിയുന്ന, വലുതായിട്ട് നമ്മൾ അടിച്ച് കഴുകാറില്ലേ, അപ്പോൾ അതിൻ്റെ ഉറക്കെയുള്ള ശബ്ദങ്ങളാകട്ടെ, അതുപോലെ കാക്കിച്ചു തുപ്പുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സന്ധ്യാസമയങ്ങളിൽ ഭവനത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അടുത്തതായി ഒരു വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, ചൂല്,
അത് ഭവനത്തിൻ്റെ വൃത്തിയിൽ ഏറ്റവും വലിയൊരു പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യമാണ് ചൂല്. ആ ചൂല് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അടുക്കളയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. കാണാമറയത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഭവനം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അടുക്കളയുടെ കൂടുതൽ ആളുകളും അടുക്കളയുടെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഒരു മൂലയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് അടുക്കളയിലേക്ക് കയറുന്ന സമയത്തെല്ലാം ഈ ചൂല് നമ്മളുടെ ദൃഷ്ടിയിൽ പെടുന്നതുകൊണ്ട് അത് ദോഷത്തിന് കാരണമാകുന്നുണ്ട്. ഒരിക്കലും അതുകൊണ്ട് അടുക്കളയിൽ ചൂ തൂത്തതിന് ശേഷം അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ഒരിക്കലും അത് അടുക്കളയിൽ തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഒരിക്കലും മരുന്ന് പോലെയുള്ള കാര്യങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. എളുപ്പം എടുക്കാനുള്ള ഒരു വേഗത്തിനാവട്ടെ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കാറാണ് മിക്ക ആളുകളും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രവണത മാറ്റേണ്ടതാണ്. ചൂലും ഇതേപോലെ മരുന്നും ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നതാണ്. അതുകൊണ്ട് ചൂല്, മരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. രാവിലെ അടുക്കളയിൽ കയറുന്ന ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട പ്രധാന മറ്റൊരു കാര്യം അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം നമ്മൾക്ക് അന്നഭാഗ്യം, അതായത് നമ്മളിലേക്ക് ധനം വരാനും ആ ധനം നമ്മൾക്ക് വിനിയോഗിക്കാനും ഒക്കെ ഭാഗ്യം തരേണ്ടത് ലക്ഷ്മി ദേവിയുടെ കൃപയാണ്. നമ്മൾ കഴിക്കുന്ന അന്നം പോലും നമ്മൾക്ക് അത് ആരോഗ്യപ്രദമായി മാറണമെങ്കിലും ലക്ഷ്മി ദേവിയുടെ കൃപ വേണം. അപ്പോൾ ആ പാചകം ചെയ്യുന്ന അന്നം അത്രത്തോളം ഭവ്യതയോടും പ്രാർത്ഥനയോടും കൂടി പാചകം ചെയ്യുമ്പോൾ മാത്രമേ അത് കഴിക്കുന്ന ആളുകളിലും ശരീരത്തിലേക്ക് അത് ഗുണകരമായി എത്തുകയുള്ളൂ. അതുകൊണ്ട് ഓരോ വീട്ടമ്മമാരും ഭവനത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ കയറുന്ന നേരം അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. അടുത്തതായി ചില ഭവനങ്ങളിൽ ഒരു ചിട്ടയുണ്ട്. രാവിലെ ആഹാരം വെച്ച് ഉച്ച വരെ ഉള്ളത് മാത്രമേ അവർ വെക്കൂ. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തേക്കുള്ള ആഹാരം വെക്കാറില്ല. അത് വൈകുന്നേരം പാകം ചെയ്യാം എന്നൊരു രീതിയായിരിക്കും. അങ്ങനെ പാകം ചെയ്യാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ തീർന്നു പോയി എന്നൊരു അറിവിലേക്ക് വരുന്നത്. അപ്പോൾ ഓടി അടുത്ത വീട്ടിലേക്ക് ചെല്ലും. കടമായിട്ട് അത് മഞ്ഞളാവട്ടെ അല്ലെങ്കിൽ കടുകാവട്ടെ, ഉപ്പ്, ഇങ്ങനെയുള്ള വസ്തുക്കൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് തങ്ങളുടെ വീട്ടിൽ കൊണ്ട് പാചകം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ്. ഒരിക്കലും ആര് വന്ന് കടമായിട്ട് സന്ധ്യയ്ക്ക് ശേഷം മഞ്ഞൾ, കുങ്കുമം, ഉപ്പ്, കടുക് ഇങ്ങനെയുള്ള വസ്തുക്കൾ, ധനം, ഇങ്ങനെയുള്ള തൈര്, ഇങ്ങനെയുള്ള ഒരു വസ്തുക്കളും സന്ധ്യയ്ക്ക് ശേഷം കടമായിട്ടായാലും എങ്ങനെയായാലും അത് സ്നേഹബന്ധം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും, തിരിച്ചു തരണ്ട എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എങ്കിൽ പോലും സന്ധ്യയ്ക്ക് ശേഷം ഈ വസ്തുക്കളൊന്നും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വയ്ക്കാറുണ്ട്, ക്ഷേത്രത്തിൽ നാമജപത്തിന് മാത്രമാണ്, അല്ലാതെയുള്ള സംസാരങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല. ക്ഷേത്രത്തിനുള്ളിൽ നാമജപം മാത്രമാണ് നടത്തേണ്ടത്. ഭഗവാന്റെ കൃപ ലഭിക്കാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഭവനത്തിലും സന്ധ്യാസമയങ്ങളിൽ നാമജപത്തിനായി അല്പസമയം നീക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബനാഥമാരായ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അമ്മമാരാണ് മക്കൾക്കത് പറഞ്ഞു നൽകേണ്ടത്. സന്ധ്യാസമയങ്ങളിൽ TV കാണുക അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുകയല്ല. സന്ധ്യാസമയങ്ങൾ കഴിവതും നാമജപത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ലക്ഷ്മി ദേവിയുടെ കൃപ തങ്ങളുടെ കുടുംബത്തിലും മക്കളിലേക്കും ഒക്കെ ലഭിക്കുന്നതിന് അത് വളരെ സഹായിക്കുന്നതാണ്. ഓരോ ഭവനത്തിൻ്റെയും വിളക്ക് ആ ഭവനത്തിൻ്റെ ഗൃഹനാഥയാണ്. അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ഭവനത്തിലെ മറ്റുള്ളവരും കണ്ട് അതുപോലെ പകർത്തുകയും അതേപടി തന്നെ ആ തെറ്റ് ആവർത്തിച്ചു പോരുകയും ചെയ്യും. അതുകൊണ്ട് ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണിത്. എങ്കിൽ പോലും ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതും സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ, വസ്തുക്കളൊക്കെ കടം കൊടുക്കുന്ന ഒരു രീതിയുണ്ടെങ്കിൽ അത് കഴിവതും അത് ഉപേക്ഷിക്കേണ്ടതാണ്, നിർത്തേണ്ടതാണ്. ഭവനത്തിൽ നിന്ന് ലക്ഷ്മി ദേവി പടികടന്ന് പോകുന്നതിന് അത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഏവരും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനായി. അത് ഏവർക്കും ഇതൊരു അറിവായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമസ്കാരം.